ഉണ്ടല്ലോ രണ്ടാള്. എന്താടാ ഒറ്റയ്ക്കുന്നൊരു വർത്താനം? എന്തോന്നാണ് ഒറ്റയ്ക്കുന്ന് പിറുപിറുക്കല്? ഓ ഒന്നുമില്ല ഗിരിയേട്ടാ, മഴക്കോളുണ്ടോ നോക്കുമായിരുന്നു. എന്റെ പൊന്ന് പാറു, ഇടയ്ക്കേ ഗിരിയേട്ടനെ ഒന്ന് ഉപദേശിക്കണം. ചുമ്മാ ഉപദേശിച്ചാ പോരാ, നന്നായിട്ട് തന്നെ ഒന്ന് ഉപദേശിക്കണം. സോമേട്ടൻ തന്നെ അങ്ങ് ഉപദേശിച്ചാ പോരെ. ഓ ഒരു കാര്യമില്ല, മാക്രിക്ക് കരയാനല്ലേ അറിയൂ. മഴ പെയ്യണമെങ്കിൽ മാനം തന്നെ കനിയണ്ടേ. ഡാടാ നിന്റെ സാഹിത്യമൊക്കെ മതി, നീ കാര്യം പറ. ഗിരിയേട്ടൻ ഇപ്പോഴേ കടയുടെ കാര്യത്തിൽ ഒരു ഉത്സാഹവും ഇല്ല. കേട്ടോ പാറു, ഒന്നും വിചാരിക്കരുത്. കല്യാണം കഴിഞ്ഞതോടെ കിളികളെ കൂട്ടത്തോടെ പറന്നുപോയ അവസ്ഥയാണ് ഗിരിയേട്ടൻ. സത്യം പറയാലോ, ഗിരിയേട്ടന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ല. സ്റ്റോക്ക് തീർന്ന കാര്യം 4 തവണ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അണ്ണന് പറ്റുകാരുടെ എണ്ണമാണെങ്കിൽ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. കേട്ടാ പാറു, ഇവിടെ വന്നാലും ഗിരിയേട്ടൻ എപ്പോഴും മാറി എന്ന് ഫോണിൽ സംസാരമാണ്. ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരിക്കുക. എന്തോ കാണാനില്ലാത്ത ആരെയോ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട് പോലെ. അല്ല ഗിരിയേട്ടാ, എനിക്ക് അറിഞ്ഞൂടെന്ന് ചോദിക്കുക, നിങ്ങൾ ആരെയും കാണാതെ പോയോ? പാവം ഗിരിയേട്ടൻ സിന്ധുവിനെ അന്വേഷിക്കുന്നതാവും. പാറു, ഇങ്ങനെയാണെങ്കിലേ കടയുടെ കാര്യം ആകെ അവതാളത്തിലാവേ. സോമേട്ടൻ വിഷമിക്കണ്ട, ഗിരിയേട്ടന്റെ പറന്നുപോയ മനസ്സിനെ നമുക്ക് തിരികെ പിടിക്കാം. അത് മതി. പിന്നെ ഫിനാൻസ് മിനിസ്റ്ററായ റാണി മാത്രമല്ല ഇനി കടയിലെ റെയ്ഡിന് വരാൻ പോകുന്നത്. ഞാനും വരും. പാർവതി ദ ഫ്ലൈയിങ് സ്ക്വാഡ്. അതാണ്. ആറ് ഉറപ്പായിട്ട് വരണം, എന്നാലേ ഗിരിയേട്ടന്റെ ഈ ഉഴപ്പൊന്ന് മാറിക്കിട്ടും. ഞാനേ അകത്തോളം ചെല്ലട്ടെ. ഗിരിയേട്ട ഒന്ന് വരുമോ? എന്താ പറ? നോക്ക് ഗിരിയേട്ട, ഗിരിയേട്ടന്റെ മനസ്സ് കത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത്ര ആശിച്ച് മോഹിച്ച് കെട്ടിപ്പൊക്കിയ ഈ സ്ഥാപനം എരിച്ചു കളയരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്കത് സഹിക്കില്ല. കാരണം 4 പെൺകുട്ടികളുടെ ഭാവി കൂടിയാണ് ഈ സ്ഥാപനം. അത് ഗിരിയേട്ടന് ഓർമ്മ വേണം. ഗിരിയേട്ടൻ കടയിൽ ശ്രദ്ധിക്കണം.